Pantaloon Saima 2019. Co-presented by Hello App, Best Comedian. എനിക്ക് മലയാളത്തിലെ ഇപ്പം എന്താ പറയുക വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷന്റെ മേജർ ആയിട്ടുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റിന്റെ ഒക്കെ എല്ലാവരും ഉണ്ട്. Okay, all my favorites are there. പക്ഷെ ഇതിൽ ആരായിരിക്കും വിജയ്? അത് പ്രേക്ഷകർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞു, വിന്നറിനെ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൊടുക്കാനായിട്ട് രണ്ട് പേരെ ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. I would like to call upon Sita Raman and Samiksha to kindly do the honors. Ladies and gentlemen, a huge round of applause for these wonderful people. What a pleasure and privilege to be an integral part of this exciting audience. Pantaloon Saima Best Comedy in Malayalam goes to... Any guess? Any guesses? കേട്ടില്ല. Aju Varghese, Arvind Dante, അതിഥികൾ. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അജുവിന് ബെസ്റ്റ് കോമഡിയനുള്ള പുരസ്കാരം. അജു, How are you feeling right now? എല്ലാ ഖത്തർ നിവാസികൾക്കും നമസ്കാരം. അരവിന്ദിൻ്റെ അതിഥികൾ ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റി. അവിടുന്ന് കുടജാദ്രിയിലോട്ട് ആ സിനിമയിൽ കണ്ട വണ്ടി ഫുൾ ഓടിച്ചത് ഞാനാണ്, ജീപ്പ് ഓടിച്ചത്. എളുപ്പമല്ല, അതൊരു ഭാഗ്യമായി കാണുന്നു. തീർച്ചയായിട്ടും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം മാത്രമാണത്. അവിടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അജുചേട്ടൻ ഇപ്പോൾ ഒരു ആക്ടർ മാത്രമല്ല, യു ആർ ഓൾസോ എ പ്രൊഡ്യൂസർ. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സൂപ്പർ ഹിറ്റ് മൂവി ഇപ്പം തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളി, നയൻതാര, ധ്യാൻ ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്നു. താങ്കളും അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു അതിനകത്ത്. സോ ഹൗ ഡു യു ഫീൽ ഈ ഒരു സിനിമ ചെയ്തതിനെ കുറിച്ച്? വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് യുവർ പ്രൊഡ്യൂസർ റോൾ? ആസ് എ പ്രൊഡ്യൂസർ എന്ന് പറയാൻ എനിക്കറിയില്ല. ആദ്യത്തെ സിനിമയാണ്, ധ്യാൻ ശ്രീനിവാസൻ്റെ ആദ്യത്തെ സിനിമയാണ്. Anyway, thank you so much, Ajcheta. Congratulations once again for winning the best comedian in Pantaloon Saima Awards. ഓരോ പ്രാവശ്യവും അജിചേട്ടനെ കാണുമ്പോഴത്തേക്കും ഓരോരോ ലുക്കിലാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് എടുത്ത് ഇതൊരു അജിചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ, ക്യൂട്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരുമിച്ച് അഭിനയിച്ചവരാണ് കേട്ടോ. ചേട്ടാ, ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ലുക്കാ? ഇട്ടിമാണി. കഴിഞ്ഞ ദിവസം രാധിക ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടി ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൽ പറഞ്ഞു ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ഞാൻ ഒരുപാട് നോക്കിയാണ്. അത് അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സംസാരത്തിൽ. നല്ലൊരു ഫാമിലി മൂവിയാണ്. സാറ് ലൂസിഫർ കഴിഞ്ഞ് മീഡിയത്തിൽ വരുന്ന പക്ക മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ, ഇത് പക്ക ഫാമിലി ഡ്രാമ കോമഡി ഫാമിലി. പിന്നെ അജിചേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ റോളാണ്, ഭയങ്കര ഒരു റോളല്ല. പക്ഷെ നോട്ട് ഇട്ടിമാണിയുടെ പടമാണ്. ഇട്ടിമാണിയുടെ പടമാണ്. എനിക്ക് ഭയങ്കര ഇല്ല, എനിക്കതിന് ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഒരുപാട് എനിക്ക് തോന്നുന്നു മാടമ്പി കഴിഞ്ഞിട്ട് 10-15 വർഷമായി. ഇതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ലാൽ സാറും ലളിതാമയും. നമ്മുടെ എല്ലാ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ. അമ്മയും മകനുമായിട്ട് തന്നെ വരും. അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഭയങ്കര ഒരു മേജർ സീനുകൾ, ഭയങ്കര രസകരമായ കുറെ സീനുകളുണ്ട് അവർ. എക്സൈറ്റ്മെന്റ് കൂടി വരുന്നു ഇട്ടിമാണി കാണാനുള്ള. ഞാൻ നിങ്ങളുടെ വലിയൊരു സന്തോഷത്തിലേക്ക് വരാൻ പോകുന്നത് ലവ് ആക്ഷൻ ഡ്രാമ. അതെ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര കൂളായിട്ടാണ് വന്നത്. ഇപ്രാവശ്യം അത് പ്രൊഡ്യൂസറിന്റെ ഏറൊന്നല്ല, അത് പോയതാ ഇങ്ങനെ. സെപ്റ്റംബറിന് ഓണം റിലീസ്. ഇട്ടിമാണിയും ലവ് ആക്ഷൻ ഡ്രാമയും ഒരുമിച്ചാണ്. അനൗൺസ് ചെയ്തപ്പോൾ മുതൽ അത് ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ ലെവലും ഹൈപ്പും ഒക്കെ അങ്ങനെ അതൊരു കൊച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മൾ ചെയ്തിട്ടുള്ള രസകരമായ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പോലൊരു സിനിമ. അല്ലാതെ ഇപ്പം അതിൽ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് വന്നത് നമ്മുടെ തെറ്റല്ലല്ലോ. നമ്മളത് ഒരു കൊതി കൊണ്ട് നമ്മൾ മാഡത്തേക്ക് സമീപിച്ച മാഡം വന്നതാണ്. പിന്നെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിൽ ഇതിൽ ഈ സിനിമ എനിക്ക് പറയണം, പലപ്പോഴും നമ്മൾ ആക്ടേഴ്സിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാറുള്ളൂ. നമ്മളെപ്പോഴും ഇതിൽ വിവേക് ഹർഷനാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്, ജോമോണ്ടി ജോൺ ക്യാമറ, ഷാൻ റഹ്മാൻ. അപ്പോൾ ഇവരൊക്കെ വലിയ പേരുകളാണ്. അപ്പോൾ അതൊക്കെ
ഭാഗ്യത്തിന് സംഭവിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോ ഒരു ഫ്രണ്ട് സർക്കിൾ ഫീലാണ് നമ്മൾ അതൊരു നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ എപ്പോഴും ചെയ്യുന്ന സിനിമ പോലെ ഒരു സിനിമ. അതെ ലവ് ആക്ഷൻ ഡ്രാമ തന്നെയാണ് എന്റെ ജോണർ. അതില് ഇതെല്ലാം പാകത്തിന് ഉണ്ട്. ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പിന് ഒരു കാരണമാണ് ഇതിനകത്ത് ഈ ഒരു സർക്കിളിൽ സിനിമകൾ ഇറങ്ങി വന്നപ്പോൾ അതൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റുമാണ്. ദൈവമേ, അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. ഹിറ്റിനേക്കാളും ഈ സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ഇത് ബ്ലോക്ക് ബസ്റ്റർ ആക്കണം. അതല്ലായിരുന്നു നമ്മുടെ പർപ്പസ്. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് പ്രേക്ഷകർ ഇപ്പം നമ്മൾ വെള്ളിമൂങ്ങ് കാണുമ്പോൾ അല്ലെങ്കിൽ വടക്കൻ സെൽഫി കാണുമ്പോൾ തട്ടം കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓം ശാന്തി കണ്ടപ്പോഴൊക്കെ നമ്മൾ തിയേറ്ററിൽ പ്രേക്ഷകർ ഇങ്ങനെ ആസ്വദിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഒരു അഡ്രിനാലിൻ ഒരു തൃപ്തി ഉണ്ട്. ആ തൃപ്തി കിട്ടണമെന്ന് മാത്രമേ പ്രാർത്ഥന. അതും അജി ചേട്ടനിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മളത് പ്രതീക്ഷിക്കും. അത് ഉണ്ടാകുന്നത് നമുക്ക് ഉറപ്പാണ്. എനിക്ക് ദിവസം നടക്കും. ഇല്ല, കിട്ടും ഒക്കെ പ്രേക്ഷകരായി നിങ്ങൾ കണ്ടിട്ട് പറയൂ, നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അജി ചേട്ടാ ഓക്കെ. അപ്പൊ ഇവിടെ സൈമയില് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഇപ്രാവശ്യം വരുമ്പോഴത്തേക്കുള്ള എക്സൈറ്റ്മെന്റ് എന്താണ്? ഒരു അഞ്ചാമത്തെ ആറാമത്തെ സിനിമയാണ്. ഞങ്ങളുടെ ഒരു രണ്ടാമത്തെ അല്ല, സിനിമ. അപ്പം ഒരു ഫാമിലി ഫീലാണ്. എന്താ വെച്ചാൽ ഒന്ന് ഇവിടെ വരുന്നത് അവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേക്കാൾ ഉപരി ഇവിടെ വന്ന് നമുക്ക് കുറേ പേരെ കാണാം. ഒരു ഗെറ്റ് ടുഗദർ ഫീലാണ്. സീനിയേഴ്സും ഒക്കെ നമ്മൾ ഈ അമ്മ ഷോക്ക് കുടുംബ സംഗമം. നമ്മൾ അമ്മ ഷോക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അപ്പൊ അതാണ് മെയിൻലി സൈമോന്റെ ശ്രീദേവി ചേച്ചിയാണെങ്കിലും വിജയനാണ് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അതുകൊണ്ടാണ് സൈമ സ്പെഷ്യലായിട്ട്. ഓക്കെ. അപ്പം അജി ചേട്ടാ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് അജി ചേട്ടനോട്. അജി ചേട്ടനിൽ മാറ്റാൻ താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മാറ്റാൻ താല്പര്യമുള്ളത് ഈ ഒരു കാര്യം ഒന്നും അറിയാൻ കൊള്ളാം. അതാവുമ്പോ എനിക്ക് എന്റെ ഗെയിം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോഴുള്ള എന്റെ സംസാരവും അതാ എനിക്കൊന്ന് അതൊന്നുമില്ല, എനിക്കൊന്ന് സമാധാനമായിട്ട് സംസാരിക്കണം. അതിന് എനിക്ക് പടം ഒന്ന് റിലീസ് ചെയ്യണം. ഈ ഏർപ്പെടുത്തൊക്കെ വിട്ട് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. ഞങ്ങളും കാത്തിരിക്കണം ചേട്ടന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം സൈമ റെഡ് കാർപ്പറ്റിൽ നിന്നും സൈമ മെയിൻ സ്റ്റേജിലേക്ക് പൊക്കോളൂ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.